ഡിസൈൻ ഇഷ്യൂസ് ഓഫ് ഡയഗ്രാം. ഒരു ഡയഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ഡിസൈൻ ഇഷ്യൂസ് കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. വേരിയസ് എൻറ്റൈറ്റീസിൻ്റെ റിലേഷൻസ് നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ഡിഫറെൻറ്റ് ഇഷ്യൂസും ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക്കായിട്ട് പറയുന്ന 4 ഇഷ്യൂസാണ്: യൂസ് ഓഫ് എൻറ്റൈറ്റി സെറ്റ് വേഴ്സസ് ആട്രിബ്യൂട്ട്സ്, യൂസ് ഓഫ് എൻറ്റൈറ്റി സെറ്റ് വേഴ്സസ് റിലേഷൻഷിപ്പ് സെറ്റ്സ്, ബൈനറി വേഴ്സസ് എൻ-അറേ റിലേഷൻഷിപ്പ് സെറ്റ്സ്, പ്ലേസ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എൻറ്റൈറ്റി സെറ്റ് വേഴ്സസ് attribute. In a real world situation, it is difficult to select the property as an attribute or an entity set, and the distinction depends on the structure of a real world enterprise being modeled and the semantics associated with the attribute. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനൊരു എൻറ്റൈറ്റി സെറ്റായിട്ട് കൺസിഡർ ചെയ്യണോ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യണോ എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു എൻറ്റൈറ്റിയാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ആണ് ID, നെയിം, സാലറി, ഫോൺ നമ്പർ. ഇനി ഇതേ സാലറിയെ തന്നെ നമുക്കൊരു എൻറ്റൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എൻറ്റൈറ്റി ആകുമ്പോൾ നമുക്കതിൻ്റെ IMEI കോഡ്, അതുപോലെ ലൊക്കേഷൻ, ഫോൺ നമ്പർ, അതിൻ്റെ ടൈപ്പ്, ആ ഒരു രീതിയിൽ നമുക്കതൊരു എൻറ്റൈറ്റി സെറ്റായിട്ടും കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ അതൊരു ആട്രിബ്യൂട്ടായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ഏത് എന്നത് നമ്മുടെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് വൺ, എൻറ്റൈറ്റി സെറ്റ് വേഴ്സസ് റിലേഷൻഷിപ്പ് സെറ്റ്സ്. ഇനി an entity set can be better expressed in a relationship set. It is not clear whether an object is best expressed by an entity set or a relationship set. അപ്പോൾ ഒരു ഡയഗ്രത്തിൽ അതൊരു എൻറ്റൈറ്റി സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണോ മോസ്റ്റ്ലി ആപ്റ്റായിട്ട് വരിക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇഷ്യൂ. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കസ്റ്റമറും ബ്രാഞ്ചും തമ്മിലൊരു റിലേഷനാണ്. അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ലോൺ വെച്ചാണ്. ഇനി ഇതേ ലോൺ തന്നെ നമുക്കൊരു എൻറ്റൈറ്റി ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇനി ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലോൺസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ബാങ്കിൽ നിന്ന് ഡിഫറെൻറ്റ് ലോൺസ് എടുത്തു. ഈ ലോൺ എന്ന് പറയുമ്പോൾ ആ ഒരു ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ലോൺ ആയിക്കോട്ടെ, ആ എടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ്, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് അവിടെ ഒരു റിലേഷനായിട്ട് എടുക്കാം, അതുപോലെ തന്നെ ഒരു എൻറ്റൈറ്റി ആയിട്ട് എടുക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ബൈനറി വേഴ്സസ് എൻ-അറേ റിലേഷൻഷിപ്പ് സെറ്റ്. Relationships in database are often binary, and some relationships that appear to be non-binary could actually be better represented by several binary relationships. Consider the abstract ternary relationship set R relating entity sets A, B, and C, and we replace the relationship set R with an entity set E, and we create 3 relationship sets. അതായത് നമ്മൾ നോർമലി ഒരു ബൈനറി റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. അത് കൂടാതെ തന്നെ ചിലപ്പോൾ ചില ഡയഗ്രാംസിൽ നമുക്ക് ടെർണറി റിലേഷൻ അല്ലെങ്കിൽ നോൺ ബൈനറി റിലേഷൻഷിപ്പും പോസിബിളാണ്. അപ്പോൾ അത്തരം കേസസിൽ ഈ നോൺ ബൈനറി റിലേഷൻഷിപ്പിനെ നമുക്ക് ബൈനറി റിലേഷൻഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റിലേഷൻഷിപ്പിനെ ഒരു എൻറ്റൈറ്റി സെറ്റ് വെച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ABC എന്നീ എൻറ്റൈറ്റീസിനെ ഒരു R എന്ന റിലേഷൻഷിപ്പ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതേ റിലേഷൻഷിപ്പിലെ R എന്ന റിലേഷനെ നമ്മൾ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റിലേഷൻ ഉണ്ടാകും. RA റിലേറ്റിംഗ് E and A, RB relating E and B, and RC relating E and C. And here E is required to have a total participation in each of RA, RB and RC. ഇനി ഇത്തരം കേസസിൽ, അതായത് എൻ-അറേ ടു ബൈനറി, എല്ലാ ടൈം ഇത് പ്രാക്ടിക്കൽ ആവണം എന്നില്ല, അല്ലെങ്കിൽ നമുക്കത് എഫക്റ്റീവ് ആവണം എന്നില്ല. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നൊരു ഇഷ്യൂ. കാരണം നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിലേഷനെ നമ്മളൊരു എൻറ്റൈറ്റി സെറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും എഫക്റ്റീവ് ആവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ ഒരു പ്രൊജക്റ്റ് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ ഒരു കേസിൽ അതിനെ നമുക്ക് ഒരു പ്രൊജക്റ്റും ഇൻസ്ട്രക്ടറും, അതുപോലെ പ്രൊജക്റ്റും സ്റ്റുഡൻറ്റ്, അതുപോലെ ഇൻസ്ട്രക്ടർ സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അത് എഫക്റ്റീവ് ആവണം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ, പ്ലേസ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സ്.
പ്ലേസ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് കാർഡിനാലിറ്റി റേഷ്യോ ആണ്. ദ കാർഡിനാലിറ്റി റേഷ്യോ ഓഫ് എ റിലേഷൻഷിപ്പ് ക്യാൻ എഫക്ട് ദി പ്ലേസ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സ്. മെയിനായിട്ട് 3 ടൈപ്പ് ആണ് ഇവിടെ പറയുന്നത്, അതായത് 1 to many റിലേഷൻ, 1 to 1 റിലേഷൻ ആൻഡ് many to many റിലേഷൻ. ഇനി ഇവിടെ 1 to 1 റിലേഷൻ ആണെങ്കിൽ അവിടെ ആ ഒരു റിലേഷൻ ആട്രിബ്യൂട്ട് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഏതർ വൺ ഓഫ് ദി പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റൈറ്റി. ആ ഒരു റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ടിനെ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റൈറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ 1 to many റിലേഷൻ ആണെങ്കിൽ അവിടെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് 1:m റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ ദ റിലേഷൻഷിപ്പ് സെറ്റ് ക്യാൻ ബി റീപൊസിഷൻ ടു ഓൺലി ദ എൻറ്റൈറ്റി സെറ്റ് ഓൺ ദ മെയിൻ സൈഡ് ഓഫ് ദ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഒരു മെനി ടു മെനി റിലേഷൻ ആണെങ്കിൽ ദ റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സ് cannot be represented to the entity sets, rather they will be replaced by the entity set to be created for the relationship sets. അപ്പോൾ മെനി ടു മെനി ആണെങ്കിൽ നമ്മൾ ആ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മതി. 1 to 1 റിലേഷൻ ആണെങ്കിൽ 1 to 1 ആണ്, ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റൈറ്റി ആയിട്ട് നമ്മൾ ആ റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ടിനെ അസോസിയേറ്റ് ചെയ്താൽ മതി. ഇനി 1 to many ആണെങ്കിൽ 1 to many റിലേഷൻ ആണെങ്കിൽ എവിടെയാണ് മെനി സൈഡ് ഓഫ് ദ റിലേഷൻഷിപ്പിൽ നമുക്ക് ആ ഒരു എൻറ്റൈറ്റി സെറ്റ് റീപൊസിഷൻ ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലേസ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ഡിസൈൻ ഇഷ്യൂസ്.